എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാൻ കുളിച്ച് വന്നതേയില്ല, എൻ്റെ മുടി ഭയങ്കര വെറ്റാണ്. അതെങ്ങനെ ഞാൻ ഈ നട്ടപ്പാതിരയ്ക്ക് എന്തിനാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ്, കൺഗ്രാജുലേഷൻ ഗൈസ്, 10 crore പറഞ്ഞാലും മനസ്സിലായല്ലോ. വാഴ ടു 10 crore അടിച്ചിരിക്കുന്നു. ഐ എം സോ ഹാപ്പി ഫോർ യു, ബട്ട് ഐ കാൺട്ട് എക്സ്പ്രസ് ബിക്കോസ് ഇപ്പോൾ രാത്രിയാണ്. എനിക്കിങ്ങനെ ഉച്ചയ്ക്ക് സംസാരിക്കാൻ പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ബാക്കി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്ലാ 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 അതെല്ലാം മാറ്റി വെക്കാം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന്, ലൈക്ക് ജസ്റ്റ് ഒരാഴ്ച പോലും ആയിട്ടില്ല സിനിമ ഇറങ്ങിയിട്ട്, ബട്ട് യു ഗോട്ട് 100 crore. Okay, that's crazy. Keep going. Today's 8th of April. ഞാൻ സിനിമ കണ്ടത് 6th of April നൈറ്റാണ്, അതായത് മിനിഞ്ഞാന്ന് രാത്രി. അന്നേരം എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയില്ല ബിക്കോസ് ഐ വാസ് സോ മച്ച് ടയർഡ്. ഞാനിപ്പോൾ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇനിയും വൈകിയാൽ പിന്നെ ഈ റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഇപ്പം അവർക്ക് 100 കോടി അടിച്ചതല്ലേ, എന്തായാലും ഇപ്പെങ്കിലും ഞാൻ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇടണ്ടേ, ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. പടം കൊണ്ട് ആൾക്കാർ മൊത്തം ചിരിപ്പിക്കാനും അതേപോലെ തന്നെ ഇമോഷണൽ ആക്കാനും പറ്റിയിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. സിബ്ലിങ്സും ഫ്രണ്ട്സും അങ്ങനത്തെ ബന്ധങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് മെയിനായിട്ട്. ആൻഡ് എനിക്ക് സിബ്ലിങ്സ് ഇല്ല, ഞാൻ സിംഗിൾ ചൈൽഡാണ്, എനിക്ക് സിബ്ലിങ്സ് ഇല്ല. പക്ഷേ എവിടെയൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഇത് കണ്ടതിന് ശേഷം അറ്റ് സം പോയിൻറ്റ് ഞാനും ആഗ്രഹിച്ചു പോയി, ഒരു സിബ്ലിങ് ഉണ്ടായിരുന്നെങ്കിൽ, ബ്രദറോ സിസ്റ്ററോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. ഒരുപാട് ചിരിപ്പിച്ചിന്. ഫസ്റ്റ് ഹാഫ് മൊത്തം നല്ല ചിരിപ്പിക്കലും ഞെട്ടിക്കലും മേഴ്സ് എൻട്രീസും ഫുൾ ഓഫ് അതായിരുന്നു. സെക്കൻഡ് ഹാഫാണ് നല്ല ഇമോഷണലും. അത് ആക്ച്വലി ഈ സിനിമ ഞാൻ കണ്ടിട്ട് 2 ദിവസമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇല്ല, അത് മാറാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പം അത്ര ഇല്ലെങ്കിലും ബട്ട് ഇന്നലെ വരെ ആ മൂവീൻ്റെ ഓരോ ക്ലിപ്സ് കാണുമ്പം, എസ്പെഷ്യലി ഇമോഷണൽ ആയിട്ടുള്ള പാട്ടിൻ്റെ എന്തോ ക്ലിപ്സും ഇതെല്ലാം എഡിറ്റ്സും കാണുമ്പം ആ ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു സിനിമയാണ്, എന്തായാലും ഹാങ് ഓവർ ഉണ്ടാവും, ഉറപ്പാണ്. ഓൾസോ ഇപ്പം 100 കോടി അടിച്ചു. ശരിക്കും നമ്മളെന്തോ നേടിയ പോലത്തെ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. മീൻസ് എല്ലാവർക്കും അതെ. കാരണം ഹാഷിറും ടീമും പിന്നെ അതിലുള്ള മിക്ക കാസ്റ്റും നമ്മൾ ഡെയിലി റീൽസിലും ഷോർട്സിലൊക്കെ കാണുന്ന ഓരോ ആൾക്കാരല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ അവരെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമ്മളെ ആരോ പോയി അഭിനയിക്കുന്നു. ഒരാൾ നമ്മളെ സ്വന്തക്കാരാരോ ബിഗ് സ്ക്രീനിലാണ്, നമ്മളെ സ്വന്തക്കാർ, ഐ മീൻ അതന്നെ നമ്മളെന്തോ നേടിയ പോലത്തെ ഒരു സാധനമാണ് ഉള്ളത്. മെയിനായിട്ട് ഞാൻ ഈ മൂവി കാണാൻ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പോഴത്തെ ലൈഫിലെ സിറ്റുവേഷൻ വെച്ച് എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സിനിമ കാണാൻ പോയത്. എൻ്റെ ഇപ്പോഴത്തെ ലൈഫിലെ സ്റ്റേജ്, എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഞാനിപ്പോൾ ഒരു കരിയർ ബേസ്ഡ് സ്റ്റക്കായി നിൽക്കുന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം എനിക്ക് ആ ഒരു മൂവി എന്തെങ്കിലും ഒരു പ്രചോദനം തരും, അല്ലെങ്കിൽ മേ ബി ഇറ്റ് ഈസ് റിലേറ്റബിൾ ആക്ച്വലി. എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുണ്ടാവും ആ മൂവിയിൽ നിന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഈ മൂവി ആക്ച്വലി ഒരു 2.25 മണിക്കൂറുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഇത്രയും ലോങ്ങാണ്, വല്ല ആക്ഷൻ മൂവിയോ അങ്ങനത്തെ ഒന്നും അല്ല, ഇത്രയും ലോങ് ആകുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പിന്നെ ഇറങ്ങിയ അവിടെ 2-3 റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. അത് ചിലവരിങ്ങനെ ഭയങ്കര ലാഗാണ്, ചെറിയ മോശം അഭിപ്രായമെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ പേടിയുണ്ടായിരുന്നു, അയ്യോ മോശമായിരിക്കുമോ, അങ്ങനെ ഒരു ഫീലിംഗ്, ഒരു എക്സ്പെക്റ്റേഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടപ്പോൾ ലൈക്ക് ഇങ്ങനെയല്ലല്ലോ അയാൾ പറഞ്ഞത്. അയാൾ എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊന്നേനെ. അയാൾ ഏത് മൂവി കണ്ടിട്ടാകുമ്പോൾ അങ്ങനത്തെ റിവ്യൂ പറഞ്ഞത്. പക്ഷേ 2.25 മണിക്കൂർ പോയതേ ഞാൻ അറിഞ്ഞില്ല. അത്രയും ഒരു ലാഗോ ഒരു ബോറടിയോ ഒന്നുമില്ല. അങ്ങനെ ആ ഫ്ലോൻ്റെ ഒപ്പം നമ്മൾ പോകും, ആ മൂവി കാണുന്ന ഫ്ലോയിൽ നമ്മൾ പോകും, ഒരു ബോറടിയോ ഇല്ല. ഐ സ്വെയർ, എൻ്റെ ഗ്യാരണ്ടി, കാണുന്നവർക്ക് എൻ്റെ ഗ്യാരണ്ടി. ചിലവരെല്ലാം കാണാൻ വരുന്ന ഹാഷിർ ഇല്ലോണ്ടാണ്, ഹാഷിർ ആൻഡ് ടീം ഇല്ലോണ്ടാണ്. പക്ഷേ ഇതിൽ ഹാഷിർ മാത്രമല്ല, ഓരോ ആൾക്കാരും അവർക്ക് കിട്ടിയ ആ കാസ്റ്റ്, അവർക്ക് കിട്ടിയ ആ ക്യാരക്ടറും റോളും പക്കയായിട്ട് ചെയ്തായിരുന്നു. കറക്റ്റ്
എന്താ പറയുക, എസ്പെഷ്യലി ബിജു ഏട്ടൻ, വിനായകൻ, അവരെല്ലാം ഒരു ക്യാരക്ടർ ശരിക്കും മറ്റേ അവർ അഭിനയിക്കുക എന്ന് പറയില്ല, അവർ ജീവിക്കുക ചെയ്തേ ആ രീതിയിലൊരു ക്യാരക്ടറാണ്. ആൻഡ് വിനായകൻ്റെ സ്റ്റോറിയാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ റിലേറ്റബിൾ, ബിക്കോസ് ഞാനും സിംഗിൾ ചൈൽഡാണ്. സോറി സ്പോയിലറാണ് അറിയാം. ചില ലൈൻസ് ഉണ്ട്, ചെറിയ ലൈനാണ്, പക്ഷെ അതെല്ലാം എവിടെയോ മനസ്സ് തട്ടുന്ന ഫീലിംഗ് എന്നെല്ലാം പറയില്ല, അങ്ങനെ എന്തൊരു സാധനമുണ്ട്. അത് ആ ലൈൻസ് ഇപ്പം റീൽസിൽ എഡിറ്റെല്ലാം കാണുമ്പോൾ മനസ്സിൽ തട്ടും. അങ്ങനത്തെ കുറേ ലൈൻസ് ഉണ്ട്. എസ്പെഷ്യലി മറ്റേ അലൻ്റെ ഡയലോഗ് ആണല്ലെങ്കിൽ പിന്നെ ആര്, അങ്ങനത്തെ കുറച്ച് ലൈൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ചില ക്ലിപ്സും ഉണ്ട്. അങ്ങനത്തെ ചില ഷോർട്സ് എല്ലാം കാണുമ്പം എന്താ ഞാൻ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു സ്പോയിലറാവും. നിങ്ങൾ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പണ്ട് ചില വീഡിയോസ് കണ്ട് ചിരിച്ചിട്ടുണ്ട്, അതേ വീഡിയോസ് ഇനി നമ്മൾ കാണുമ്പോൾ, ഐ മീൻ വാഴ 2 കണ്ടതിന് ശേഷം ആ ക്ലിപ്സ് നമ്മൾ കാണുമ്പോൾ എന്തായാലും കരഞ്ഞു പോവും. അങ്ങനത്തെ ചില വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്താ, എല്ലാ കാര്യം ഫണ്ണി അല്ല എന്നൊരു കാര്യം ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ എസ്പെഷ്യലി ഈ സിനിമ കൂടുതൽ റിലേറ്റബിൾ ആവുന്നത് ഒരു 18 to 26 ഏജ് കാറ്റഗറിയിലാണ്. ഞാൻ 23 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നല്ലോണം റിലേറ്റബിൾ ആകും. അതെന്താണെന്ന് ഞാൻ പിന്നെ എങ്കിലും പറയും. നമ്മളെന്തെങ്കിലും നല്ലത് ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ, നല്ല പ്രൗഡായിട്ട് മൂമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതധികം സ്പ്രെഡ് ആവില്ല, നാട്ടുകാർ അതൊന്നും പറഞ്ഞ് നടക്കില്ല. പക്ഷെ നമ്മളെക്കുറിച്ച് ചെറിയൊരു മോശം കാര്യം മതി, അത് പിന്നെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറില്ല. ലൈഫ് ഒരു ചെറിയ ചീത്തപ്പേര് മതി, അത് പിന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോകില്ല. നമ്മളെപ്പോൾ കണ്ടാലും എല്ലാവരും പറയും, ഓ ഇവള് മറ്റേ അവളല്ലേ, ഇവളത് ചെയ്തല്ലേ, ഇവളെ പേരിൽ അത് ചീത്തപ്പേര് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഇങ്ങനെ പറയും. പക്ഷെ നമ്മൾ കുറേ നല്ല കാര്യങ്ങളും അതിലും വലിയ അവർക്ക് പോലും പറഞ്ഞോടെ നടക്കുന്ന ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റാത്തക്കാളും അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എന്താ അതുപോലും ഇത്ര സ്പ്രെഡ് ആവില്ല. ചെറിയൊരു ചീത്തപ്പേര് കിട്ടിയാൽ അത് സ്പ്രെഡ് ആവും. അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മളെ ഏജിലെ ആൾക്കാരൊക്കെ അറിയാലോ, എന്താ എന്തെങ്കിലും ഇപ്പം വലിയ ജോലിയായി, വലിയ നിലയിൽ നമ്മളെത്തി, പക്ഷെ അതൊന്നും ആൾക്കാർക്ക് നോക്കാനോ പറഞ്ഞു നടക്കാനോ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും നാവുണ്ടാവില്ല. പക്ഷെ നമ്മളെന്തോ ചെറിയൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നോ നാട് തീരം പാടി നടക്കാൻ നമ്മളെ നാട്ടുകാരെ കഴിഞ്ഞിട്ട് ആൾക്കാരില്ല. ഇത് കാണുമ്പം അതിൽ ചെറുപ്പത്തെ ചൈൽഡ്ഹുഡ് എല്ലാം കാണിക്കുന്നുണ്ടല്ലോ, ലൈക്ക് വാഴ 1 ഉണ്ടായതുപോലെ തന്നെ. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും ആ കാലമെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിലോ. പിന്നെ മലയാളം കുറച്ച് ലോ ആണ്, അതുകൊണ്ട് വിചാരിക്കേണ്ട. എനിക്കധികം മലയാളം സംസാരിക്കാൻ അറിയില്ല, ഞാൻ അറിയുന്ന മലയാളം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഫീലിങ്സ്. മീൻസ് അത് ആ ചൈൽഡ്ഹുഡ് വീഡിയോസും ക്ലിപ്സും അതിൽ ചൈൽഡ്ഹുഡ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സിബ്ലിങ്സ് തമ്മിൽ ചെറുപ്പത്തിൽ അടി കൂടുന്നതും ഗുസ്തി കൂടുന്നതെല്ലാം പറയില്ല, അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും ആ ചെറുപ്പത്തിലെ ആ കാലം കിട്ടിയെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇല്ല, ആങ്സൈറ്റി ഇല്ല, ഫ്യൂച്ചറിനെ കുറിച്ചില്ല ടെൻഷനില്ല, ഒന്നുമില്ല. സ്കൂളിൽ പോവുക, പിള്ളേരുമായിട്ട് അടി കൂടുക, കളിക്കുക, അങ്ങനെയല്ലേ ഉള്ളൂ. അങ്ങനെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല, നാളെ എന്ത് എന്നുള്ള ഒരു ചിന്തയില്ല. ആ സമയത്ത് നമുക്കറിയില്ലായിരുന്നു ഇതാണ് നമ്മളെ ലൈഫിലെ പ്രഷ്യസ് മൂമെൻറ്റ്സ്. പക്ഷെ ഇപ്പം എത്തുമ്പോൾ നമുക്ക് തിരിയുന്ന ചൈൽഡ്ഹുഡ് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ എന്നൊക്കെ. അതും ഈ മൂവിയിലൊരു പോയിൻ്റാണ്. കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ നിന്ന് പഠിക്കാൻ. ആക്ച്വലി പഠിക്കാമെന്നല്ല, മീൻസ് നമ്മളെ മനസ്സിൽ തട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ മൂവി ആക്ഷൻ മൂവിയോ മാസ് മൂവിയോ അങ്ങനത്തെ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഇത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ടു മച്ച് റിലേറ്റബിൾ. പ്രത്യേകിച്ച് നമുക്കല്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, മീൻസ് ഇപ്പം എനിക്ക് സിബ്ലിങ്സ് ഇല്ല, പക്ഷേ ഞാൻ നിങ്ങളാരും അറിയാം, സിബ്ലിങ്സ് ആയാലും ശരി അല്ലെങ്കിൽ നമ്മൾ പാരൻസ് ആയാലും ശരി, നമ്മൾ പാരൻസോ സിബ്ലിങ്സോ തമ്മിൽ എന്തെങ്കിലും എങ്ങനെ പറയുക, ഇപ്പം ഞാനും എൻ്റെ പാരൻസും തമ്മിൽ എന്തെങ്കിലും അടിയാന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ എന്തെങ്കിലും പിണക്കോ അടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കും. അധികം നീട്ടിക്കൊണ്ടു പോയാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, നമ്മളെ കയ്യിൽ നിന്ന് പോയി പിന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. മീൻസ് ഇങ്ങനെ കുറേ അടി കൂടി കുറേ വർഷത്തോളം മിണ്ടാണ്ടിരിക്കും, കുറേ
സിബ്ലിങ്സ് അങ്ങനെ കണ്ടിട്ടുണ്ട്. മീൻസ് ഈ ചെറുപ്പത്തിലേ അല്ല പറയുന്നത്, ഇപ്പോഴത്തെ ഏജിലെ സിബ്ലിങ്സ് എല്ലാം തമ്മിൽ വലിയ വഴക്കായി. അത് പറഞ്ഞു തീർക്കാണ്ട് ഈഗോ കയ്യിൽ പിടിച്ച് കടിച്ചു പിടിച്ച് നീട്ടി 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 അവസാനം അത് പിന്നെ ഭയങ്കര ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ അത് പണ്ടത്തെ ആ ബോണ്ടോ, പണ്ടത്തെ ആ സ്നേഹമോ, പണ്ടത്തെ ആ ബന്ധം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ലാസ്റ്റിൽ നമ്മൾ തന്നെ അത് റിഗ്രറ്റ് ചെയ്യും. എന്തും ഉണ്ടെങ്കിൽ സിബ്ലിങ്സ് മാത്രമല്ല, പാരൻസ് ആയിട്ട് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് അപ്പാടെ തന്നെ പറഞ്ഞു തിരിക്കാൻ ശ്രമിക്കുക. ഇത് ആക്ച്വലി കൂടുതലും ബോയ്സിനായിരിക്കും റിലേറ്റബിൾ. പക്ഷേ ഞാനങ്ങനെ ഗേളിയായി നിൽക്കുന്ന ഗേളല്ല, അപ്പോൾ എനിക്കും റിലേറ്റബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മെയിനായിട്ട് ആക്ച്വലി ഇത് ബോയ്സിനാണ് കൂടുതൽ റിലേറ്റ് ചെയ്യുക. ബോയ്സിൻ്റെ ലൈഫും മീൻസ് പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രെസ്ഫുൾ ടൈമും ആ ഒരു സമയവും ഇതെല്ലാമൊക്കെയാണ്. പക്ഷെ അതേ സമയം നമുക്കും ഉണ്ട്, ഗേൾസിനും ഉണ്ട്. ഓഫ് കോഴ്സ് ഞാനൊരു ഒറ്റമോളാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഫാമിലിയിലെ ബേർഡൻ എൻ്റെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ബോയും ഗേളും ഞാൻ തന്നെയാണ്. എനിക്കും ഇത് റിലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ലാഗാക്കുന്നില്ല. മസ്റ്റ് വാച്ച് ആണ്, ഓക്കെ, മസ്റ്റ് വാച്ച്. ആശിറും ടീം ഇത്രയും പൊളിയാന്ന് വെയിറ്റ് ചെയ്തത് വെറുതെ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ടേ ഞാൻ ഈ മൂവിക്ക് കഴിഞ്ഞ കൊല്ലം തൊട്ട് വാഴ 1 ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വാഴ 2 ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണുമെന്ന്. കാരണം ആശിർ ടീം ഉണ്ടല്ലോ അതുകൊണ്ട്. പക്ഷേ എന്നാ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില സിനിമ ഉണ്ടാവില്ലല്ലോ. ഇത് അതുക്കും മേലെയായിരുന്നു, അതുക്കും മേലെ. അത്രക്കും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ. പക്ഷേ എനിക്കിത് രണ്ടാമത് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആ മൂവി കണ്ട ഒരു ഫീലുണ്ട്, അതേ ഫീല് രണ്ടാമത് കാണുമ്പോൾ കിട്ടത്തില്ല. ആ ഫീല് കൊണ്ട് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും. ഫസ്റ്റ് ടൈം കാണുന്ന ആ ഒരു ഫീലിംഗ് അത് വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അത്രയേ ഉള്ളൂ ഗൈസ്. പോയി കാണുക, എൻജോയ് ചെയ്യുക. Love your parents, love your siblings, love your friends. Yeah, that's it. Bye bye. Good night.